ഹലോ, ഇന്ന് ബീഫ് ഇഷ്ടുവിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടു ഉണ്ടാക്കുമ്പോൾ അതിൽ കേബേജ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. കേബേജിൻ്റെ ഒരു മധുരിപ്പ് ഇഷ്ടുവിന് വരുമ്പോഴും പിന്നെ ബീഫ് കറി വെക്കുമ്പോഴും അതിൽ കേബേജ് ഇട്ട് കഴിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ബീഫ് നന്നായി കഴുകിയെടുത്ത് വെള്ളം വാർന്ന ശേഷം അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി ചതച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവയെല്ലാനും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം എടുത്ത് വെച്ചു. ഇതിലേക്ക് ഞാൻ കുറച്ച് കാന്താരി മുളകും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. എല്ലാവരും കൂടി മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ച ശേഷം ഒരു 5-6 വിസിൽ അല്ലെങ്കിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് കശുവണ്ടി, കിസ്മസ് ഇവ വറുത്ത് മാറ്റി വെക്കുക. അതിലേക്ക് കുറച്ച് സവാള, വേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് 4 കഷ്ണം കറുവപ്പട്ട, 4-5 ഏലക്കായ, 3-4 കരയാമ്പൂ, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് ഇവയെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് വെന്ത ബീഫ് ഇട്ട് കൊടുക്കുക. ആദ്യം ബീഫ് വേവിക്കുമ്പോൾ ബീഫ് വെന്ത ശേഷം തന്നെ അതിലേക്ക് തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കേബേജും കൂടി ഇട്ട് വേവിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചാലും മതി. കേബേജ് ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടുവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു പ്രത്യേക മധുരവും കേബേജിൻ്റെ ഒരു മധുരമൊക്കെ കിട്ടും. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇഷ്ടു ഉണ്ടാക്കുമ്പോൾ കേബേജ് ഇടാറുണ്ട്. നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബീഫ് വെന്ത ശേഷം അതിലേക്ക് തന്നെ വേണമെങ്കിൽ ഈ കഷ്ണങ്ങളിട്ടോ അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് വേവിക്കുകയോ ചെയ്യാം. ആകെ 1 വിസിൽ മാത്രം വേവിച്ചാൽ മതി. ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേറെയാണ് വേവിച്ചത്. ഇവ വേവിക്കുമ്പോൾ അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം വേവിക്കാൻ. കുക്കറിൽ ഒറ്റ വിസിൽ വേവിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം ഇങ്ങനെ വേവിച്ച ക്യാരറ്റും കേബേജും ഉരുളക്കിഴങ്ങും കൂടി ഈ ഇറച്ചിക്കൂട്ടിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് 2ാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്നവരെ കുറച്ച് നേരം തിളപ്പിക്കുക. ഇഷ്ടുവിന് കുറുകൽ കിട്ടാൻ വേണ്ടി കുറച്ച് കശുവണ്ടി അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ മൈദമാവോ കുറച്ച് തേങ്ങാപ്പാലിൽ കലക്കി ഒഴിക്കുകയോ ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കുറച്ച് നേരം തീ കുറച്ച് വെച്ച് അത് വെള്ളം പറ്റിച്ചെടുത്താലും ഒരുവിധം കുറുകൽ കിട്ടും. പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പൊടി ചേർക്കണം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ കാഷ്യൂ ഇട്ട് കഴിഞ്ഞാൽ കാഷ്യൂ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അതിനുശേഷം 1-ാം പാൽ ഒഴിച്ച് തിള വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് വറുത്ത് വെച്ച കശുവണ്ടിയും കിസ്മസും കൂടി വിതറി നമുക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ.